ഇന്ന് എനിക്കൊരു ക്ലിനിക്കിൽ കുറച്ച് സാധനമൊക്കെ എത്തിക്കാനുണ്ടായിരുന്നു. അവിടെ സാധനങ്ങളൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല നടുവേദന. അത് മാത്രമല്ല ഫ്രീക്വന്റ് ആയിട്ട് യൂറിനും പോകണുണ്ട്. നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പോയെ. ഇവിടെയാണെങ്കിൽ ചീട്ടെടുക്കാൻ പോലും 1 മണിക്കൂർ വേണം. ചെന്നപ്പോൾ ഞാനും ഒരു ചേട്ടനും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ഇടക്കും കയറുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ ക്യൂ നിൽക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി ക്യൂ നിന്ന്. ഇവിടെയും കുറെ പേര് ഇടക്കുന്ന കയറുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ ഡോക്ടറെ കണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നീ ഇവിടെയല്ല ജനറൽ ഒപിയിൽ പോയി നിൽക്കാൻ. അവിടെയാണെങ്കിൽ ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ ഫാർമസിയിലും പോയി നോക്കി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. പിന്നെ ഞാൻ അവിടുന്ന് ഡോക്ടറെ കാണാതെ തിരിച്ചിറങ്ങി. കാരണം എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ എന്റെ നാട്ടിലുള്ള ഒരു ചെറിയ ക്ലിനിക്കിലെത്തി. ഇവിടെയാണെങ്കിൽ ആരും ഇല്ലായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു നീ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ. ഞാൻ ലാബിൽ ചെന്നപ്പോൾ ലാബിൽ അസിസ്റ്റന്റ് എനിക്ക് താക്കോലും ഒരു ഡെപ്പിയും തന്നു. പിന്നെ ഞാൻ യൂറിൻ എടുക്കാൻ ബാത്റൂമും തിരക്കി നടന്നു. ബാത്റൂം കണ്ടപ്പോൾ എന്റെ കിളി പോയി. എനിക്ക് ഛർദ്ദിക്കാൻ പോലും വന്നുപോയി. ഡോക്ടർ യൂറിൻ എടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ടെൻഷനായി. എന്തായിരിക്കും എന്റെ അസുഖം? പിന്നെ ഞാൻ അരമണിക്കൂർ പോസ്റ്റ് അടിച്ച് റിസൾട്ട് ഒക്കെ വാങ്ങി. പിന്നെ ലാബിലെ അസിസ്റ്റന്റ് പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ അല്ല വേറെന്തോ ആണെന്ന്. ഞാൻ വീണ്ടും ടെൻഷനായി. ഡോക്ടർ എന്നോട് 4:30 കാണാമെന്ന് പറഞ്ഞേ. ഞാൻ അതും ആലോചിച്ച് കുറച്ചു നേരം ക്ലിനിക്കിൽ പോയിരുന്നു. പിന്നെ 4:30 ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു 3/4 മണിക്കൂർ വീണ്ടും പോസ്റ്റ് കിട്ടി. ആ സമയത്ത് ഞാൻ ടെൻഷൻ അടിച്ച് കത്ത്. ഞാൻ ഡോക്ടറെ കണ്ട് ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് കുഴപ്പമില്ല, നീ നടുവേനൊക്കെ മരുന്ന് കഴിക്കുന്ന 4 ദിവസം കഴിയുമ്പോൾ വരാൻ.